ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് എങ്ങനെ ബലരാമസ്വാമി വരുന്നു, ബലരാമനിൽ നിന്ന് എങ്ങനെ പ്രദ്യുമ്ന അനിരുദ്ധ വാസുദേവ സംഘർഷം വരുന്നു, അതേപോലെ രാധാറാണിയിൽ നിന്ന് ഒരു രൂപം വരുന്നു, അടുത്ത ദേവി സ്വരൂപങ്ങൾ വരുന്നു, അടുത്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവസാനം വിരജാ നദിയിൽ കാരണോദകശായി വിഷ്ണുവിന്റെ അടുത്തിരിക്കുന്നത് ദേവി, ലക്ഷ്മി ദേവിയുടെ പേര് രമാദേവി എന്നാണ്. ആ രമാദേവിയുടെ നിഴലാണ് മായാദേവി. ആ ദേവിയിൽ നിന്നാണ് ഭദ്രകാളി ദേവി വരുന്നത്. രാധാറാണി എവിടെ ഇരിക്കുന്നു? രാധാറാണിയുടെ വിസ്തരണത്തിന്റെ ചെറിയ ഒരു അംശത്തിന്റെ നിഴലാണ് ഭദ്രകാളി ദേവി. ഭദ്രകാളി ദേവി ഇത്രയും ശക്തിയാണെങ്കിൽ പിന്നെ എന്തുമായിരിക്കും അല്ലേ? ഓരോ വിഷ്ണു സ്വരൂപങ്ങളും എങ്ങനെയാണോ ഭഗവാനോടൊരു ദാസ്യഭാവം വെക്കുന്നത്, അതേപോലെ ഈ ദേവി സ്വരൂപങ്ങൾ എല്ലാവരും രാധാറാണിയുടെ സേവകരെ പോലെയാണ്. ആ ഒരു ഭാവത്തിലാണ് ഇരിക്കുന്നത്. അന്നേരം ഇവരെല്ലാവരും രാധാറാണിയുടെ പാർഷദരാണ്. ഇവരെല്ലാം ഒരേപോലെ ആഗ്രഹിക്കുന്നു വൃന്ദാവനത്തിൽ ഗോപികമാരാകാൻ വേണ്ടി.